ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ആദ്യംകൂട്ടൻ്റെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്ന ദിവസമാണ്. പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ ഫൈനൽ ഡിസിഷൻ്റെ കോർട്ട് ഓർഡർ എന്ന് കിട്ടും. അപ്പോൾ എന്തിനുള്ള ഫൈനൽ ഡിസിഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനൽ ഡിസിഷൻ. കാരണം ഞാനിവിടെ കാനഡയിൽ ഒരു ടെമ്പററി വർക്കറായിട്ടാണ് ഇവിടെ വന്നത്, ഓൺ എ സ്പൗസൽ വർക്ക് പെർമിറ്റ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് നവംബറിൽ എക്സ്പയർ ആവാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അതും കൂടെ എൻ്റെ ഡാഡിയും സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ എനിക്ക് ആൾ തന്നില്ല. സോ അതിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് എനിക്ക് പോകാനല്ല, ആദം കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ എനിക്ക് തന്നില്ല. ആദം കുട്ടൻ ഇവിടുത്തെ കനേഡിയൻ സിറ്റിസൺ ആണ്. അതിൻ്റെ പേരിൽ പിന്നെ പ്ലസ് ആദത്തിൻ്റെ റെസിഡൻസ് ഇവിടെ ആയതിൻ്റെ പേരിലും വി ഹാഡ് ടു ഗോ ത്രൂ എ കോർട്ട് പ്രോസസ് ടു ഗെറ്റ് ദ പെർമിഷൻ ടു റിലൊക്കേറ്റ് ടു ഇന്ത്യ വിത്ത് ആഡം. സോ അങ്ങനെ ആ ഒരു കോർട്ട് പ്രോസസ്സ് ഒരു വർഷമായിട്ട് നടക്കുകയായിരുന്നു. ഫൈനലി വി ഗോട്ട് ദ പെർമിഷൻ ടു റീലൊക്കേറ്റ് ടു ഇന്ത്യ വിത്ത് ആഡം. ആൻഡ് ഐ ഹാഡ് ടു സറണ്ടർ ആഡംസ് പാസ്പോർട്ട് ഫോർ സം റീസൺസ്. ഞാനതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനിവിച്ചേസ് ഞാൻ അതിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് എനിക്ക് ഓഫാണ്, ആദ്യം കൂടെ ഐഡിയയിൽ വീട്ടിലാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഇവിടുത്തെ കാനഡയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബേസിക്കലി ഐ വിൽ ബി ഹിയർ ഓൺലി ഫോർ 1 more month. അത് കഴിഞ്ഞ് നവംബർ 1 ട്രാവൽ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറെ കാര്യങ്ങൾ ഒന്നും അതിൻ്റെ ഇടയിലൊന്നും വന്നില്ല എങ്കിൽ, ബിക്കോസ് ഞാൻ PR അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാനും PR പ്രോസസ്സൊക്കെ നടക്കുകയാണ്, എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഐ മൈറ്റ് സ്റ്റേ, ഐ കനോട്ട് സേ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. ബിക്കോസ് നത്തിങ് ഈസ് ഇൻ മൈ ഹാൻഡ്സ്. ഒന്നും തന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും നടന്നത്. ബട്ട് at the end, or by the end, I would say everything happened for a reason and everything happened for my good, I would say. So any which ways, ഞാനപ്പോൾ നോർത്ത് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും എൻ്റെ ആദം കുഞ്ഞും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടേക്ക് മൂവിങ് ചെയ്ത കഥ പറയണ്ടേ? അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് ഞാനും എൻ്റെ ആദം കുഞ്ഞിൻ്റെ ഡാഡിയും തമ്മിൽ സെപ്പറേറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സൂൺ ടു ബി എക്സ് ഹസ്ബൻഡ് തമ്മിൽ സെപ്പറേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരൻ മൂവ് ഔട്ട് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരൻ നേരെ എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ വന്ന് താമസിക്കുകയായിരുന്നു വിത്ത് ഹിസ് ന്യൂ ഗേൾ ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ടേക്ക് ദാറ്റ്. ഇമോഷണലി ഇറ്റ് വാസ് എന്താ പറയുന്നത്, എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിൻ്റെ ഇതിൽ തന്നെ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു ദാറ്റ് ഐ വോണ്ടഡ് ടു മൂവ് ടു സംവെയർ എൽസ്. അന്ന് എനിക്ക് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ പെർമിഷൻ പുള്ളിക്കാരൻ തരില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ലോയേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ദ ഓൺലി ഓപ്ഷൻ ഐ ഹാഡ് വാസ് ടു മൂവ് ടു അനദർ പ്രൊവിൻസ്. ദാറ്റ് വേ മേ ബി എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു ഹോപ്പ് കൊണ്ട് ഞാനെന്ന് ആദം കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു പ്രൊവിൻസിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ മറ്റൊരു പ്രൊവിൻസിലെത്തി ഒരാഴ്ച പോലും ആയില്ലെന്ന് തോന്നുന്നു. 1.5 ആഴ്ച ആയപ്പോഴേക്കും എനിക്ക് കോർട്ട് ഓർഡർ വരികയാണ് തിരിച്ച് ഞാൻ ആദം കുട്ടനെയും കൊണ്ട് കേപ്പ് ബ്രിട്ടനിലേക്ക് വരണമെന്ന്. കാരണം പുള്ളിക്കാരൻ പോയി ഒരു എക്സ്പാർട്ടി മോഷൻ ഫയൽ ചെയ്തു. പുള്ളിക്കാരൻ്റെ പെർമിഷനില്ലാതെ കൊച്ചിനെയും കൊണ്ട് ഞാൻ പോയി എന്ന് കാണിച്ച് ഒരു എക്സ്പാർട്ടി മോഷൻ ഫയൽ ചെയ്തു. ബേസിക്കലി ആദംകുട്ടൻ കനേഡിയൻ സിറ്റിസൺ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളിവിടെ റെസിഡൻ്റ് ആയതിൻ്റെ പേരിലും അത് കാനഡ കോർട്ടാണത് ടേക്ക് കെയർ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്രമാത്രമൊന്നും അറിയത്തില്ല. ബട്ട് ഓൾറെഡി ഞാൻ ലീഗൽ എയ്ഡായിട്ട് സംസാരിച്ചായിരുന്നു. എനിക്ക് ഓൾറെഡി ലീഗൽ എയ്ഡ് അപ്രൂവ് ആയിരുന്നു. അപ്പോൾ ലീഗൽ എയ്ഡ് എന്താണെന്ന് ബേസിക്കലി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ കാനഡയിൽ നമുക്ക് ലോ ഇൻകംസ് ആണ് എങ്കിലും നമുക്ക് ലീഗൽ എയ്ഡ് അപ്രൂവ് ആവും. അപ്പോൾ നമുക്ക് ബേസിക്കലി ശമ്പളമൊക്കെ കുറവാണെങ്കിൽ എനിക്കിവിടെ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അതിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ശമ്പളമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കന്ന് ലീഗൽ എയ്ഡ് അപ്രൂവ് ആയിരുന്നു. അങ്ങനെ ലീഗൽ എയ്ഡ് അപ്രൂവ് ആയ സ്ഥിതിക്ക് എനിക്ക് അവർ ലീഗൽ എയ്ഡ് ഒരു ലോയറിനെ തന്നു. എനിക്ക് ലോയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സെൽഫ് റെപ്രസെൻറ്റഡ് ആയിരുന്നു. പുള്ളിക്കാരൻ കോർട്ടിലെങ്ങനെയോ പോയി അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ആയിരിക്കണം എന്തായാലും എക്സ്പാർട്ടെ ഫയൽ ചെയ്തത്. അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ കേപ്പ് ബ്രിട്ടനിലേക്ക് പിറ്റേ ദിവസം തന്നെ വരേണ്ടി വരുമായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. അന്ന് ഞാനിവിടെ മൂവിങ് ചെയ്യുമ്പോഴേ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഖാലി സ്പേസ് ആയിരുന്നു. 1 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഓണർ എനിക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും ഒരു എയർ മാട്രസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എയർ മാട്രസ് ഒഴിച്ച് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഈവൻ പ്ലേറ്റ്സ് ആയിക്കോട്ടെ, എന്താ പറയുക, ഒരു സാധനം ബേസിക്കലി ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. കപ്പ്, ബക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ സാധനങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ആദം കുഞ്ഞിനെയും കൊണ്ട് അന്ന് കേപ്പ് ബ്രിട്ടൻ വിട്ടത്. എനിവേ വന്നു. ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ എനിക്കെല്ലാം ഉണ്ട്.
ഇനി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ച് പോകണം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഇനി ബേസിക്കലി നമുക്ക് എങ്ങനെ ഈ പാസ്പോർട്ട് എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് പറയണ്ടേ. അപ്പം ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അന്ന് കോർട്ട് ഓർഡറിലുണ്ടായിരുന്നു സെപ്റ്റംബർ 3-ാം തീയതി. അതാണ് ആദ്യത്തെ ഹിയറിങ്ങിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ലോയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എനിക്ക് വേണ്ടിയിട്ടുള്ള അഫിഡവിറ്റും കാര്യങ്ങളും ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്തു, ഞാൻ അനുഭവിച്ച ഹാർഡ്ഷിപ്പ് എന്തൊക്കെയാണ്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഓൾറെഡി അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൈം മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീലൊക്കേഷനായിരുന്നു. കാരണം എൻ്റെ വിസ തീരുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈം മോട്ടീവ്. പോരാതെ എനിക്ക് പ്രൈമറി കസ്റ്റഡി വേണം എന്നുള്ളതും. ആദംകുഞ്ഞിൻ്റെ പപ്പയും സെയിം തന്നെയാണ് ഫയൽ ചെയ്തത്. ആദംകുഞ്ഞിനെ എന്താണ് കേപ്പ് ബ്രിട്ടൻ വിട്ട് പോകാൻ പാടില്ല എന്നും അതുപോലെ തന്നെ കുഞ്ഞിന് പ്രൈമറി കസ്റ്റഡി അല്ലെങ്കിൽ ഷെയർഡ് പാരൻറ്റിങ് ടൈം വേണമെന്നായിരുന്നു പുള്ളിക്കാരനും അഫിഡവിറ്റിൽ അപ്ലൈ ചെയ്തിരുന്നത്. ഫസ്റ്റ് ഹിയറിംഗ് സെപ്റ്റംബർ 3-ാം തീയതി ഉണ്ടായി. ആദംകുഞ്ഞിനെ കൊണ്ട് ഞാൻ കോർട്ടിൽ പോയായിരുന്നു. കാരണം ആ ഒരു ടൈമിലൊന്നും ആദംകുഞ്ഞ് ഡേ കെയറിൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പോരാതെ ആദംകുട്ടൻ ഒട്ടും തന്നെ മാറി നിൽക്കാത്ത ഒരു സ്റ്റേജിലായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് നിന്ന്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കോടതിയുടെ അകത്ത് കയറിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കോർട്ടിൻ്റെ അകത്ത് കയറിയതും. ആദംകുഞ്ഞ് ഭയങ്കര കരച്ചിലായി. അപ്പോൾ എനിക്ക് കോർട്ടിൽ നിന്ന് ജഡ്ജ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. ആ ഒരു ഗ്യാപ്പിൽ എന്താണ് അവിടെ ഉണ്ടായതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. എനിവേ അന്ന് കോർട്ട് എനിക്ക് പ്രൈമറി കസ്റ്റഡി ഗ്രാൻഡ് ചെയ്യും, ആദ്യത്തിൻ്റെ ഡാഡിക്ക് റീസണബിൾ പാരൻറ്റിങ് ടൈം അലൗ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അന്ന് റീസണബിൾ പാരൻറ്റിങ് അലൗ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് എനിക്ക് കേപ്പ് ബ്രിട്ടൻ വിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്തും പോകാൻ പറ്റത്തില്ല എന്ന്. ഇപ്പോൾ കേപ്പ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു പ്രൊവിൻസാണ്. പ്രൊവിൻസ് അല്ല, അതിലൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അത് വിട്ട് കുഞ്ഞിനെ കൊണ്ട് ഒരിടത്തും പോകാൻ പാടില്ല എന്ന് കോടതി അന്ന് ഉത്തരവിടുകയായിരുന്നു. അത് പ്രമാണിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത ഒരു കോർട്ട് ഓർഡർ പോയി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള അനുവാദം തരണം എന്ന്. ആ ഒരു കാര്യത്തിനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി അവരെടുത്ത സമയമാണ് 1 വർഷം. അന്ന് ഞാനത് ഫയൽ ചെയ്ത് ഓൾമോസ്റ്റ് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുകയും കസ്റ്റഡിയിലുള്ള ഓരോ ദിവസത്തിലെ പാരൻറ്റിങ് ടൈമിൽ വ്യത്യാസം വരെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് അതൊരു സെറ്റ് പാരൻറ്റിങ് ടൈം ആവുകയും പിന്നീട് അത് ഒരു ദിവസം ഒരു ഫുൾ ഡേയും ഒരു ഹാഫ് ഡേ ആയിട്ട് കുറയുകയും പിന്നീട് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജൂൺ 23-ാം തീയതി ആയപ്പോഴാണ് ഞങ്ങളുടെ ഫൈനൽ ഡിസിഷനുള്ള ഹിയറിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ക്രോസ് എക്സാമിനേഷനൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തായിരുന്നു, ഫൈനൽ അഫിഡവിറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ എവിഡൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു റിലൊക്കേഷൻ്റെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് റിലൊക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ കാണിക്കണം, എന്തുകൊണ്ട് കൊച്ചിനെ റിലൊക്കേറ്റ് ചെയ്തുകൂടാ എന്ന് പുള്ളിക്കാരനും കാണിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ബേസിക്കലി നമ്മുടെ 2 പേരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു എന്താ പറയുന്ന ക്രോസ് എക്സാമിനേഷൻ അതാണ് അന്ന് 23-ാം തീയതി നടന്നത്. കോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ കനേഡിയൻ കോർട്ടിൽ ബേസിക്കലി ജഡ്ജൊക്കെ കനേഡിയൻ ആയതിൻ്റെ പേരിൽ തന്നെ ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്രോസ് എക്സാമിനേഷനൊക്കെ നടന്നത്. ഞങ്ങളാരും ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനൊരു പ്രൊവിഷൻ കൂടി ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല എങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്ററിനോട് ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് മലയാളത്തിൽ പറയാം. ട്രാൻസ്ലേറ്റർ അത് ഇംഗ്ലീഷിൽ ജഡ്ജിനോട് പറഞ്ഞു കൊടുത്തോളൂ. പക്ഷേ ഞങ്ങൾ ആരും അങ്ങനെ ട്രാൻസ്ലേറ്ററിനെ വെച്ചില്ല. എനിക്ക് വിറ്റ്നസ്സസ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജോർജിന് വിറ്റ്നസ്സസ് ആയിട്ട് ജോർജിൻ്റെ ഗേൾ ഫ്രണ്ടും കസിൻ ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് ക്രോസ് എക്സാമിനേഷൻ തന്നെ ഒരു ഹോൾ ഡേയും പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഹാഫ് ഡേയും എടുത്തായിരുന്നു. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ തന്നെ കോടതി അവസാനം നമുക്ക് തരുന്നത്. ദോസ് 3 months ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. കാരണം എന്തായിരിക്കും ഡിസിഷൻ വരാൻ പോകണമെന്ന് ഓർത്തിട്ട് ഒരു എന്താ പറയുക, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നീക്കോ അനക്കങ്ങളോ ഒന്നുമില്ല. പോരാതെ വിസ എങ്ങാനും തീരുകയാണെങ്കിൽ പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ എന്തെങ്കിലും എടുക്കേണ്ടി വരും. ഇല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്താ പറയുക, കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ബന്ധം ഉപേക്ഷിച്ച് പോകാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചപ്പോൾ ഹി വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ തോട്ട് ലൈക്ക് കുഞ്ഞിനെ ഒറ്റ പോയിന്റിൽ ഒരു പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടേക്കാമെന്ന് പുള്ളിക്കാരൻ എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. എന്നാലല്ലേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ചിന്ത പോലും പോവാത്ത ഞാൻ എന്തിനാ എൻ്റെ കുഞ്ഞായിട്ടുള്ള ജീവിതം സാക്രിഫൈസ് ചെയ്യണം? ആ ഒരു തോട്ട് തന്നെയായിരുന്നു എന്നെ ഒരു 3 മാസം ബോധർ ചെയ്തത്. ആ ഒരു ചോദ്യം തന്നെയാണ് ഞാൻ ഓരോ ദിവസം ദൈവത്തോട് ചോദിച്ചത്. കാരണം ഞാനൊരിക്കലും എടുത്ത ഡിസിഷനല്ല കുഞ്ഞിനെ ഉപേക്ഷിച്ചും അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചും മാറി താമസിക്കാമെന്ന്. അത് പുള്ളി എടുത്ത ഡിസിഷനാണ്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത സ്ഥിതിക്ക് ഞാനത് അനുഭവിക്കാൻ
ഞാനത് അനുഭവിക്കാൻ അർഹിക്കുന്നില്ല എന്ന് പല പ്രാവശ്യം ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പറയായിരുന്നു. മേ ബി ആ ഒരു പ്രാർത്ഥന തമ്പുരാൻ കേട്ടതിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എന്തായാലും ആ ഒരു ഡിസിഷൻ തന്നത്. ഒരു ഡിസിഷൻ എനിക്ക് കിട്ടിയപ്പോഴും ഞാൻ അത്രയ്ക്ക് ഹാപ്പിയൊന്നുമല്ല. കാരണം എനിക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൽ ഹാപ്പി ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് ഹിം ആസ് വെൽ. ഇന്ന് എനിക്ക് ആ പേപ്പറും പാസ്പോർട്ടും കൈ കിട്ടിയപ്പോൾ എനിക്ക് എങ്ങനെ നന്ദി പറയണം ദൈവത്തിനോട് തന്നെ അറിയാണ്ടായിപ്പോയി. കാരണം ഫോർ 1 year, ലാസ്റ്റ് 1 year ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. അത്രയ്ക്ക് ഞാൻ എന്താ പറയുന്നത്, കഴിഞ്ഞൊരു 1.5 വർഷം, ബേസിക്കലി ആദ്യകുഞ്ഞുണ്ടായ 2 വർഷം ഞാൻ അതുപോലെ സഫർ ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും താങ്ങും തണലില്ലാതെ ഞാൻ ഈ ഒരു രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതെല്ലാം വെർത്തായി എന്നെനിക്കിന്ന് തോന്നുന്നത് ഈ ഒരു കോർട്ട് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. ഇന്ന് എന്നെ ഒന്നും ബോദർ ചെയ്യുന്നില്ല. ബിക്കോസ് യുനോ ഈ ഒരു കൺട്രി എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. ഹൗ ടു ബി സ്ട്രോങ്, ഹൗ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ഹൗ ടു മാനേജ്, ഹൗ ടു സ്ട്രഗിൾ എല്ലാം പഠിപ്പിച്ചു. ആൻഡ് യു നോ ഐ ആം റിയലി താങ്ക്ഫുൾ. ഇനി ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിതേ ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം ഒന്ന് കാണണ്ടേ, പരിചയപ്പെടണ്ടേ. സോ ഇത് ഞങ്ങൾ താമസിക്കുന്ന കേപ്പ് ബ്രിട്ടൻ ഐലൻഡ് ഉണ്ടല്ലോ, അവിടുത്തെ സിഡ്നി എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ബിഗ് ഫിഡിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു പോർട്ടാണ് ബേസിക്കലി. ഒത്തിരി ക്രൂസ് ഷിപ്പൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇന്നിവിടെ 3 വലിയ ക്രൂസ് ഷിപ്പുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ബാക്കി 2 ക്രൂസ് ഷിപ്പുകളും കിടക്കുന്ന സ്ഥലം വരെ നടക്കാനുള്ള ആവത് എനിക്കുണ്ടായിരുന്നില്ല. Is it yummy? Is it yummy, baby? Oh no, it's not. Big rock. Enda. 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 Okay, thank you, baby. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് പാസ്. സോ നമ്മൾ ബസ്സിൽ കയറാണ്. ബസ് പാസ് ഇവരെ കാണിക്കണം, അല്ലെങ്കിൽ കോയിനോ അല്ലെങ്കിൽ നമുക്ക് ബസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നേരെ ബസ്സിൽ കയറി ഇരുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതുകൊണ്ട് പകുതി തെപ്പിക്കും നല്ല ഉറക്കമായി. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.